അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലുകളിലേക്ക് ധാരാളം കമ്പനികൾ കടന്നുവന്ന് നേട്ടമുണ്ടാക്കുന്ന കാലമാണിത്. ഫിസിക്കൽ അസറ്റ്സ് ആയ ബിൽഡിംഗ്സ്, മെഷീനറി അല്ലെങ്കിൽ വെയർഹൌസ് എന്നിവയുടെ ആവശ്യകത കുറച്ചുകൊണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് കമ്പനികളെ പ്രാപ്തമാക്കുന്ന ഈ ബിസിനസ് മോഡൽ തേർഡ് പാർട്ടി റിസോഴ്സ് ആൻഡ് പാർട്ട്ണർഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ വിജയകരമായി മുന്നേറുന്ന ഒരു കമ്പനിയുടെ സാധ്യതകളിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. Welcome back to yet another episode of Stock Discovery. $6,420 കോടി വിപണി മൂല്യം, AI അധിഷ്ഠിത പ്രവർത്തനം, വൈവിധ്യമാർന്ന ബിസിനസ്സുകൾ എന്നിവയാൽ മികച്ച വളർച്ചാ സാധ്യത നൽകുന്ന ഓൺലൈൻ ട്രാവൽ ഏജൻസിയായ ഇക്സിഗോയുടെ മാതൃ കമ്പനിയായ ലേ ട്രാവന്യൂസ് ടെക്നോളജി ഇന്ത്യക്കാരുടെ യാത്രകൾ ബുക്ക് ചെയ്യുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു തദ്ദേശീയ ട്രാവൽ ടെക് കമ്പനിയാണ് ഇക്സിഗോ. താങ്ങാനാവുന്ന വിലയിലും സ്മാർട്ട് സാങ്കേതിക വിദ്യയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കമ്പനിയുടെ റാപ്പിഡ് ഗ്രോത്തിനുള്ള പ്രധാന കാരണം. ഫ്ലൈറ്റുകൾ, ട്രെയിനുകൾ, ബസ്സുകൾ, ഹോട്ടലുകൾ എന്നിവ സെർച്ച് ചെയ്യാനും താരതമ്യം ചെയ്യാനും ബുക്ക് ചെയ്യാനും അനുവദിക്കുന്ന ഒരു ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമാണ് ഇക്സിഗോ അഥവാ ലേ ട്രാവന്യൂസ് ടെക്നോളജി ലിമിറ്റഡ്. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ കണക്കനുസരിച്ച് 2022 ഇന്ത്യയുടെ ട്രാവൽ ടൂറിസം മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്തത് $199.6 ബില്യൺ ആയിരുന്നു. ഇന്ത്യൻ ട്രാവൽ ടൂറിസം വ്യവസായം പ്രതിവർഷം 7.1% വാർഷിക വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രമാത്രം ഈ മേഖല കുതിപ്പിന്റെ പാതയിലാണ്. യാത്രാ മേഖല അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈസിയർ, സ്മാർട്ടർ, ഒപ്പം അഫോർഡബിൾ ആയതുമായ ഒരു പ്ലാറ്റ്ഫോമായി മാറുകയാണ് നമ്മുടെ ഇക്സിഗോ. ഒരു ബജറ്റ് യാത്രക്കാരന്റെ ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ നിന്ന് ഓഹരി വിപണിയിലേക്കുള്ള എൻട്രി ആസൂത്രണം ചെയ്യുന്നത് വരെ ഇക്സിഗോ മേഖലയിലെ ഒരു സുപ്രധാന പ്ലെയറായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്താണ് ഈ കമ്പനിയെ യുണീക്ക് ആക്കുന്നത്? 2007 ഒരു മെറ്റാ സെർച്ച് എഞ്ചിനായി ആരംഭിച്ചെങ്കിലും പിന്നീട് ഒരു സമ്പൂർണ്ണ യാത്രാ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായി ഇക്സിഗോ വളരുകയായിരുന്നു. പരമ്പരാഗത ട്രാവൽ ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്സിഗോ ഒരു ടെക്നോളജി ഡ്രിവൻ മാതൃകയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എന്നതാണ് വലിയ പ്രത്യേകത. ഉപയോക്താക്കൾക്കായി ഫ്ലൈറ്റ്, ട്രെയിൻ, ബസ്, ഹോട്ടൽ ബുക്കിംഗ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. 300 മില്യണിലധികം ഡൗൺലോഡുകളുള്ള ഇക്സിഗോ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ യാത്രാ ആപ്പുകളിൽ ഒന്നായി ഇതിനോടകം തന്നെ മാറിയിരിക്കുകയാണ്. ഇനി ഇക്സിഗോ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ആദ്യത്തെ പോയിന്റ്, AI പവേർഡ് ട്രാവൽ പ്ലാനിംഗ്, പ്രവചനാത്മക നിരക്ക് വിശകലനം, സ്മാർട്ട് റെക്കമെൻഡേഷൻ എന്നിവയെല്ലാം തന്നെ ഏതൊരു യാത്രയുടെയും പണം ലാഭിക്കാൻ സഹായിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഇക്സിഗോ ട്രാവൽ റെക്കമെൻഡേഷൻസ് പേഴ്സണലൈസ് ചെയ്യുകയാണ്. കൂടാതെ ഉപയോക്താക്കൾക്ക് ഓരോ സമയത്തും അവൈലബിൾ ആയിട്ടുള്ള മികച്ച ഡീലുകൾ അനായാസമായി കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, അസറ്റ് ലൈറ്റ് മോഡൽ ബിസിനസ് ആണ് എന്നുള്ളതാണ്. ഇക്സിഗോ ഹോട്ടലുകളോ എയർലൈനുകളോ ഒന്നും തന്നെ സ്വന്തമായി ഓൺ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ കമ്പനിയുടെ വരുമാനം ദൃഢമാകുന്നത്? കമ്മീഷനുകളിലൂടെയും പരസ്യങ്ങളിലൂടെയും കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി അഥവാ ലാഭക്ഷമത മാക്സിമൈസ് ചെയ്യുന്നതിലാണ് ഇക്സിഗോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏതൊരു ബിസിനസിനെയും സംബന്ധിച്ചിടത്തോളം അക്വിസിഷൻസ് അഥവാ ഏറ്റെടുക്കലുകൾ വളരെ നിർണായകമാകാറുണ്ട്. അങ്ങനെയുള്ള മേഖലകളിൽ കൂടുതൽ പണം ചിലവഴിക്കാതെ കസ്റ്റമർ ബേസ് നിലനിർത്തുന്നതിലും ബ്രാൻഡ് ലോയലിറ്റിയിലുമാണ് ഇക്സിഗോ മുൻതൂക്കം നൽകുന്നത്. പ്രമുഖ റെയിൽവേ കമ്പനിയായ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അഥവാ IRCTCയുമായുള്ള പാർട്ട്ണർഷിപ്പിലൂടെ റെയിൽവേ സേവനങ്ങളുമായുള്ള ആഴത്തിലുള്ള സംയോജനത്തിലൂടെയും ട്രെയിൻ യാത്രക്കാരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ഒരു മാസീവ് മാർക്കറ്റിൽ ഇക്സിഗോയുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയാണ് കമ്പനി. ഇതിനു പുറമെ ഫോൺപേ, confirmticket.com, ആമഡ്യൂസ് തുടങ്ങിയ കമ്പനികളുമായി പങ്കാളിത്തം സ്ഥാപിച്ച് ഇക്സിഗോ അവരുടെ സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ഇനി ഓഹരി വിപണിയിലേക്ക് വന്നാൽ 2021 സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിനും സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി ഇക്സിഗോ 1,600 കോടി രൂപയുടെ ഒരു IPOയ്ക്ക് അപേക്ഷിക്കുന്നത്. വിപണി സാഹചര്യങ്ങൾ ലിസ്റ്റിംഗ് വൈകിപ്പിച്ചെങ്കിലും പിന്നീട് ജൂൺ 18, 2024 കമ്പനിയുടെ ലിസ്റ്റിംഗ് നടക്കുന്നു. സാമ്പത്തികമായി ശക്തമായി തുടരുകയാണ് കമ്പനി ഇപ്പോഴും. ശ്രദ്ധേയമായ വരുമാന വളർച്ചയും സ്ഥിരമായ കസ്റ്റമർ ബേസും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുമുണ്ട്. അടുത്തതായി കമ്പനിയുടെ ഫൈനാൻഷ്യൽ സൈഡ് പരിശോധിച്ചാൽ
2024 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇക്സിഗോയുടെ പ്രവർത്തന വരുമാനം തൊട്ട് മുൻപത്തെ വർഷത്തെ 501.3 കോടിയിൽ നിന്ന് 30.8% വർദ്ധിച്ച് 655.9 കോടിയിലെത്തി. ലാഭക്ഷമതയുടെ കാര്യത്തിലാകട്ടെ കമ്പനി 73.1 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് റിപ്പോർട്ട് ചെയ്തു. മുൻ സാമ്പത്തിക വർഷത്തിലെ 23.4 കോടിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 212.3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രോസ് ട്രാൻസാക്ഷൻ വാല്യൂ അഥവാ GTV നാലാം പാദത്തിൽ 10,000 കോടി കവിഞ്ഞു. ഇത് ഇയർ ഓൺ ഇയർ ബേസിസിൽ 38% വളർച്ചയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇതേ കാലയളവിൽ ഫ്ലൈറ്റ് GTVയിൽ ഉണ്ടായ 75% വർധനവാണ് ഈ വളർച്ചയ്ക്ക് പ്രധാനമായും കാരണമായത്. സെഗ്മെന്റ് പ്രകടനം വിലയിരുത്തുമ്പോൾ ട്രെയിൻ ടിക്കറ്റിംഗ് വിഭാഗം ഏറ്റവും വലിയ വരുമാന സംഭാവന നൽകുന്ന വിഭാഗമായി തുടരുകയാണ്. 2024 വരുമാനം 24% വർദ്ധിച്ച് 370.1 കോടിയിലെത്തി. ഇനി എല്ലാ കമ്പനികൾക്കും മാർക്കറ്റിൽ കോമ്പീറ്റേഴ്സ് ഉള്ളതുപോലെ തന്നെ ഇക്സിഗോയും ആ തലത്തിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ട്രെയിൻ ടിക്കറ്റിംഗ്, ബഡ്ജറ്റ് യാത്രാ വിഭാഗങ്ങൾ എന്നിവയിൽ ഇക്സിഗോ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിലും മേഖലയിലെ കോമ്പറ്റീഷൻസ് വളരെ ഹൈ ആണ്. മേക്ക് മൈ ട്രിപ്പ്, യാത്ര.com എന്നിവർ വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കൂടാതെ IRCTCയുടെ സ്വന്തം പ്ലാറ്റ്ഫോമുകൾ പോലുള്ള സർക്കാർ പിന്തുണയുള്ള ആപ്പുകൾ ഒരു വെല്ലുവിളി ഉയർത്തുന്നു എന്ന വസ്തുതയും തള്ളിക്കളയാനാകില്ല. എന്നിരുന്നാലും ബഡ്ജറ്റ് യാത്രക്കാരിലും ടയർ 2, 3 വിപണികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് യാത്രാഭീമന്മാർ പലപ്പോഴും അവഗണിക്കുന്ന ഒരു വലിയ സെഗ്മെന്റിലേക്ക് ഇക്സിഗോ കടന്നു ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിയുടെ സാധ്യതകൾ അനന്തമാകുന്നതും. ശക്തമായ കസ്റ്റമർ ബേസ്, ടെക്നോളജി ബേസ്ഡ് ട്രാവൽ പ്ലാനിംഗ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, അഫോർഡബിൾ ആയിട്ടുള്ള വില എന്നിവയെല്ലാം കമ്പനിയുടെ സാധ്യത മുന്നോട്ടും വളരെ ദൃഢമാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കമ്പനിയിൽ വളർച്ചാ സാധ്യത കാണുന്നതും. ഇനി ഫ്ലൈറ്റ്സ്, ട്രെയിൻസ്, ബസ്സുകൾ, ഹോട്ടലുകൾ എന്തുമാകട്ടെ, നിങ്ങൾ തിരയുന്ന സേവനങ്ങൾ മികച്ച രീതിയിൽ നൽകുന്ന ഇക്സിഗോയുടെ ഭാവിയിലെ സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഭാവിയിൽ ഒരു പോസിബിൾ അപ് മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് ഇക്സിഗോ. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ അഡ്വൈസ് സ്വീകരിക്കുക. ഇതൊരു സ്റ്റോക്ക് അഡ്വൈസ് അല്ല, മറിച്ച് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. ഇത്തരം വളർച്ചാ സാധ്യതകളുള്ള സ്റ്റോക്സുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ.